ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നോമ്പ് തുറൻ്റെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ ഇതിൽ നോമ്പ് തുറക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ കറി റെഡിയാക്കാനായിട്ട് ഒരു 4 മീഡിയം സൈസിലുള്ള സവോളയും ഒരു 3 ചെറിയ തക്കാളി ഒരു ക്യാപ്സിക്കം എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ റെഡിമെയ്ഡുള്ള ഒരു ചില്ലിപ്പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ആഡാക്കിയിട്ടുള്ളത്. അത് ഏകദേശം ഒരു പാക്കറ്റിൻ്റെ അടുത്ത് ആഡാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു നാരങ്ങൻ്റെ പകുതിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ സോയ സോസ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഇതവിടെ ഓയിലിൽ നമ്മൾ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടോ, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ 2 ട്രിപ്പായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് മാറ്റുന്നുണ്ട്. ഇനി കറിക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ടിട്ട് പൊട്ടിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുത്തൊന്ന് നല്ലതുപോലെ ഓയിലൊന്ന് സോട്ട് ചെയ്തെടുക്കുക. പിന്നല്ലേ ഈ കറി നമുക്ക് എല്ലാ നാഷ്ടാൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ആ പച്ച സ്മെല്ലൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഏകദേശം ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്തോളം ഗരം മസാല ഉണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഓൾറെഡി നമ്മൾ ചില്ലി ഉണ്ടാക്കുന്ന ടൈമിൽ മുളക് പൊടി ചേർത്താണ്. അപ്പോൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, വേണമെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുത്ത് ആ പച്ച സ്മെല്ലൊക്കെ മാറി വെച്ചാൽ ഇനി നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഈ കറി ഉണ്ടാക്കാൻ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അതൊക്കെ ഒന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറി പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇനിയില്ലേ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. നമുക്കിത് ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിത് ഗ്രേവി ആക്കിയിട്ടും കഴിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോൻ്റെ കെച്ചപ്പും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സോയാ സോസ് 1 ടീസ്പൂണും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം, ഞാൻ കുറച്ച് ഗ്രേവി പോലെ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രേവി പോലെ വേണ്ട, നല്ല ഡ്രൈ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നേരത്തെ ആ സ്റ്റേജിൽ ടൊമാറ്റോ കെച്ചപ്പും സോയാ സോസും ഒഴിച്ച് ഒന്ന് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ കറി ഇവിടെ റെഡി ആവും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഇത് പൊറോട്ടേൻ്റെ ഒപ്പം ചപ്പാത്തിൻ്റെ ഒപ്പം ഒക്കെ എല്ലാത്തിൻ്റെ ഒപ്പം നല്ല സെറ്റാവും കേട്ടോ. അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ അത്താഴത്തിന് ഇതവിടെ മുരിങ്ങക്കായ് ഉപ്പേരി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പേരി തോരനാ ഉപ്പേരിയാ, ഞങ്ങൾ ഉപ്പേരി എന്നാണ് കേട്ടോ പറയുക എല്ലാത്തിനും. അങ്ങനെ അതവിടെ ഉപ്പേരി വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതവിടെ പൂരിക്കുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മൈദയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ മാവൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചിട്ടൊന്ന് മാറ്റി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ അതവിടെ മാവൊക്കെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടിട്ട് ഇനി നോമ്പ് തുറക്കാനായിട്ടുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്യലാണ്. അപ്പോൾ കുറച്ച് മുന്തിരിയും വാട്ടർ മെലനും എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ചിക്കു ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇത് 9ാമത്തെ
ഇന്നത്തെ നോമ്പ് തുറേൻ്റെ വിശേഷമാണ് കേട്ടോ അത് കാണിക്കുന്നത്. ഇന്നലത്തെ നോമ്പ് തുറേൻ്റെ വിശേഷമാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഇതവിടെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫ്രൂട്ട്സ് ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ സർബത്താണ് കേട്ടോ കലക്കിയിട്ടുണ്ടായിരുന്നത്. വേറെ എക്സ്ട്രാ ആയിട്ടുള്ള ജ്യൂസ് കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ഇനി ഇപ്പോൾ ഭൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കും. കഞ്ഞി കുടിച്ചിട്ടിപ്പോൾ എണ്ണക്കടിയൊക്കെ കടയിൽ നിന്ന് മേടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ വീട്ടിൽ എക്സ്ട്രാ ആയിട്ടുള്ള കടി കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അതവിടെ ഭൂരി ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാ പുതിയ പുതിയ വീഡിയോസും വ്ളോഗും റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.